ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഡൽഹിയിലെ കാശ്മീരി ഗേറ്റ്, അവിടെയുള്ള മഹാറാണ പ്രതാപ് ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനസ് കാണാനെത്തിയിരിക്കുകയാണ്. ഓൾഡ് ഡൽഹിയിലെ ഒരു ചരിത്ര പ്രസിദ്ധമായ കവാടമാണ് ഈ കാശ്മീരി ഗേറ്റ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഷാജഹാനാബാദിൻ്റെ മതിലുകളുടെ ഒരു നഗരത്തിൻ്റെ വടക്കൻ പ്രവേശന കവാടത്തിനെ വിളിച്ചിരുന്ന പേരാണ് കാശ്മീരി ഗേറ്റ്. ഈ കാണുന്നത് കാശ്മീരി ഗേറ്റിലെ മെട്രോ സ്റ്റേഷനാണ്. ഡൽഹി മെട്രോയുടെ ഏക ട്രൈ ജംഗ്ഷൻ ഇവിടെയാണ്. ചുവപ്പ്, മഞ്ഞ, വയലറ്റ് ലൈനുകൾ ഇവിടെ സംഗമിക്കുന്നു. അതാണ് നമ്മുടെ ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നത്. ഇവിടെ നിന്ന് പിന്നെയും നമ്മൾ മഹാറാണ പ്രതാപ് ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനലിലേക്കാണ് ഇന്ന് പോകുന്നത്. ഈ ടെർമിനസിൽ നിന്ന് 515 റൂട്ടിലേക്ക് ഏകദേശം 2000 ബസ്സുകൾ ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓൾഡ് ഡൽഹി കാശ്മീരി ഗേറ്റിൻ്റെ പരിസരവും മറ്റും അധികം വൃത്തിയൊന്നുമില്ലാത്ത ഒരു ഏരിയയാണ്. ഏതൊരു വടക്കേന്ത്യൻ സംസ്ഥാനത്തെയും നഗരപ്രദേശത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ പോലെ തന്നെയാണ് ഇവിടം. ഈ കാണുന്നതെല്ലാം അതുതന്നെയാണ്. ഇന്ന് ഞായറാണ്, തീരെ വാഹന തിരക്ക് കുറവാണ് റോഡിൽ. എന്നിരുന്നാലും ഡൽഹിയിൽ നമുക്കറിയാം ഏറ്റവും അധികം റിക്ഷകളുള്ള ഒരു പ്രദേശമാണ്. അവരെല്ലാം തന്നെ ഇലക്ട്രിക് റിക്ഷകളിലേക്ക് മാറിയിരിക്കുന്നു. ഈ ഇലക്ട്രിക് റിക്ഷകളുടെ ഒരു മെക്കാനിക്കൽ കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം. കാശ്മീരി ഗേറ്റ് വളരെയധികം ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രദേശമാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഷാജഹാനാബാദിൻ്റെ മതിലുകളുടെ നഗരത്തിൻ്റെ വടക്കൻ പ്രവേശന കവാടത്തിനെ വിളിച്ചിരുന്ന ഒരു പേരാണ് കാശ്മീരി ഗേറ്റ് എന്ന്. ഇത് 17-ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച ഗേറ്റിനെ കാശ്മീരിലേക്കുള്ള റോഡിൻ്റെ സാമീപ്യത്താൽ ഇതിനെ ബ്രിട്ടീഷുകാരാണ് കാശ്മീരി ഗേറ്റ് എന്ന് വിളിച്ചു പോന്നത്. ഇന്ന് കാശ്മീരി ഗേറ്റ് നിരവധി പ്രധാന റോഡുകളെ ബന്ധിപ്പിക്കുന്ന നഗരത്തിൻ്റെ പ്രധാന ഗതാഗത ശൃംഖലയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ സമീപത്തായാണ് റെഡ് ഫോർട്ട് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ ISBT, ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, ഡൽഹി മെട്രോ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന ലാൻഡ്മാർക്കുകൾ സമീപത്തായി സ്ഥിതി ചെയ്യുന്നത് കാരണം ഒരു പ്രധാന റോഡ് ജംഗ്ഷനായും കൂടി ഇത് പ്രവർത്തിക്കുന്നു. 1857 കലാപത്തിൽ വിമത സൈനികർ ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ ഈ ഗേറ്റിൽ നിന്നാണ് പീരങ്കി ഉപയോഗിച്ചത്. ഇതിനായി 1857 കലാപത്തിൽ ഈ പ്രദേശം പ്രധാന പങ്കുവഹിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനലുകൾ ഒന്നാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന മഹാറാണ പ്രതാപ് ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനസ്. ഞാൻ വണ്ടി ഇവിടെ ഒതുക്കി ഈ ബസ് ടെർമിനസിൻ്റെ ഈ ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനസിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ബസ് സ്റ്റേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ ഡിപ്പാർച്ചർ ബ്ലോക്ക്, വെയിറ്റിംഗ് ഏരിയ, ഫുഡ് കോർട്ട് എന്നിവയെല്ലാമായി ഒരു ഏരിയ തന്നെ, വളരെ ബൃഹത്തായ ഒരു ഏരിയ കാണാം. ഇതിൽ നിന്ന് ഈ ബസ് വന്നിരിക്കുന്ന ഡിപ്പാർച്ചർ ഭാഗത്ത് നിന്നല്ലാണ്ട് നമുക്ക് വെയിറ്റിംഗ് ഏരിയയിലേക്ക് കടന്നാൽ വളരെ മനോഹരമായി സെൻട്രലൈസ്ഡ് AC ചെയ്ത ഒരു പ്രദേശത്ത് നമുക്ക് വെയിറ്റിംഗ് ഏരിയ. ഇതിലൂടെ ഈ കച്ചവട സ്ഥാപനത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു വേണം നമുക്ക് ആ വെയിറ്റിംഗ് ഏരിയയിലേക്ക് എത്താൻ. ഇവിടെയും ധാരാളം ബസ്സുകൾ വന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ
അന്തർ സംസ്ഥാനങ്ങളിലേക്ക് ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ 10 സംസ്ഥാനങ്ങളിലോളം ബസ്സുകൾ ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് അറിഞ്ഞത്. ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരെ ബസ് ഉണ്ട് എന്നാണ് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഇവിടെ എല്ലാം തന്നെ എൻക്വയറിയും ടിക്കറ്റും കിട്ടുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു ഭാഗമാണിത്. ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം നമുക്ക് പുറത്തേക്ക് കടക്കാം. ഇവിടെ ISBTയിൽ പ്രധാന പ്രവേശന കവാടങ്ങളിലും പുറത്തേക്ക് പോകുന്ന വഴിയിലും ഡൽഹി പോലീസ് CISF ഉദ്യോഗസ്ഥർ സ്ഥിരമായി കാവൽ നിൽക്കുന്നു. ധാരാളം CCTV ക്യാമറകൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മൾ ഇതിൻ്റെ വെയിറ്റിംഗ് ഏരിയ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ കടന്നതാണ്. ഇതാണ് വെയിറ്റിംഗ് ഏരിയ. അതിവിശാലമായ ഒരു വെയിറ്റിംഗ് ഏരിയയാണ്. വളരെ ഭംഗിയോടുകൂടി 2-3 നിലയുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ. അവിടെ നിന്ന് ഞാൻ ഇതിൻ്റെ ഈ ബസ്സുകളെല്ലാം വന്ന് നിൽക്കുന്ന ഹോൾട്ടിംഗ് ഏരിയയിലേക്ക് ഒന്ന് പോയതാണ്. ധാരാളം ബസ്സുകളുണ്ട്. ഇന്ന് ഞായറാഴ്ചയായ കാരണം അധികം തിരക്കില്ല. അന്യ സംസ്ഥാനങ്ങളിലേക്ക് യാത്രക്കാർ കുറവുള്ളൊരു സ്ഥലം. എന്നിരുന്നാലും ഞാൻ ഈ ബസ്സുകളൊക്കെ കണ്ടുകൊണ്ട് ഈ ഗ്രൗണ്ടിലൂടെ, ഇവിടെ വലിയ വൃത്തിയൊന്നുമില്ല, ഈ ഗ്രൗണ്ടിലൂടെയെല്ലാം നടന്നപ്പോൾ ധാരാളം ഇതുപോലെയുള്ള ചരക്കുകളെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം നടന്ന് ഇതെല്ലാം ഒന്ന് ചിത്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ഡബിൾ ഡെക്കർ ബസ്സുകളും എല്ലാം ഇട്ടിരിക്കുന്ന വൃത്തിഹീനമായ ഒരു ഗ്രൗണ്ടാണിത്. ചെറിയ ചെറിയ ഷോപ്പുകളെല്ലാം ഇന്ന് അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഇതിലൂടെ ചിത്രീകരിച്ച് നടന്നപ്പോൾ 2-3 ചെറുപ്പക്കാർ എന്നെ വിളിച്ചു. അവർ വിളിച്ചു കൊണ്ടുപോയി ഞാൻ വിചാരിച്ചു എനിക്ക് തല്ല് കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. അവരെൻ്റെ ഷർട്ടിൻ്റെ കോളറിലെല്ലാം പിടിച്ചു വലിച്ച് അവർ എന്നോട് എന്താണിത് ചിത്രീകരിക്കുന്നതെന്നും എല്ലാം ചോദിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് തല്ല് കിട്ടിയെന്ന്. ഭാഗ്യം തല്ല് കിട്ടിയില്ല. ക്യാമറയുടെ മുമ്പിൽ ഇതാണ് അവർ കൈയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് എന്നാ എനിക്കറിയില്ല. അവർ എന്നെ ഈ ഭാഗങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത് തടയുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. ഇവിടെ നിന്ന് GST വെട്ടിച്ച് ബസ്സുകളിൽ കടത്തുന്ന ചരക്കോ അല്ലെങ്കിൽ കടത്തുന്ന ചരക്ക് എന്താണെന്ന് ഞാൻ പകർത്തുന്നതോ എന്തോ അവർ സംശയിക്കുന്നു. അതിനാൽ എന്നെ ഇവിടം ഷൂട്ടിംഗ് തടയുകയും ക്യാമറ ഓഫാക്കിച്ച് അത് ഡിലീറ്റ് ചെയ്യാനും പറഞ്ഞു. എന്നെ തല്ലാൻ വന്ന 2 ചെറുപ്പക്കാർ ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഓൾ ഇന്ത്യ കാണാൻ വന്നതാണെന്നും പത്രപ്രവർത്തനങ്ങൾ അല്ല എന്നും എല്ലാം പറഞ്ഞതിൻ്റെ പേരിലാണ് അവരെന്നെ വെറുതെ വിട്ടത്. ഞാൻ വന്ന ദിവസം ഞായറാഴ്ചയായിരുന്ന കാരണം പരിസരത്ത് പോലീസിനെ ഒന്നും കണ്ടില്ല. ഞാൻ ആരോടും പരാതിപ്പെട്ടില്ല. വേഗം തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി നമ്മുടെ ശരീരം രക്ഷിച്ചു എന്ന് പറയാം.